ഹായ് ഫ്രണ്ട്സ്, ക്ലിക്ക് ടു ഈ സർവീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റിന് ഓൺലൈനായി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ്. നമുക്ക് നോക്കാം. ഇതിനായി നമ്മൾ ഗൂഗിളിൽ ഇ-ഡിസ്ട്രിക്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് e-district.kerala.government.in എന്ന സൈറ്റിൽ പ്രവേശിക്കുക. ഇവിടെ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ സൈൻ ഇൻ ക്ലിക്ക് ചെയ്ത് അവിടെ നമ്മുടെ ലോഗിൻ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ രജിസ്റ്റർ നൗ കൊടുത്ത് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ഇവിടെ നമ്മൾ രജിസ്റ്റർ നൗ കൊടുക്കുകയാണ്. ദെൻ നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഡീറ്റെയിൽസ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, പിന്നെ ഹൗസ് നെയിം, അഡ്രസ്സ് കൊടുക്കുക, പ്ലേസ് ലൊക്കാലിറ്റി എല്ലാം കൊടുത്ത് മൊബൈൽ നമ്പറും ആധാർ നമ്പറും കറക്റ്റായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മളൊരു ഇമെയിൽ ഐ ഡി ലോഗിൻ നെയിമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡും കൊടുത്ത് കൺഫേം പാസ്വേഡും കൊടുക്കുക. ഇവിടെ പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കി കറക്റ്റായിട്ടൊരു പാസ്വേഡ് ചെയ്യുക. ദെൻ ലാസ്റ്റ് നമ്മൾ വാലിഡേറ്റ് കൊടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. ദെൻ നമ്മൾ വീണ്ടും ലോഗിനിൽ പോയി ക്രിയേറ്റ് ചെയ്ത ലോഗിൻ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുന്നു. ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സൈൻ ഇൻ ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ ഡിസ്ട്രിക്റ്റ് സൈറ്റിൽ പ്രവേശിച്ച ശേഷം ആപ്ലിക്കൻറ്റിനെ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ വൺ ടൈം രജിസ്ട്രേഷനിൽ പോയി ആപ്ലിക്കൻ്റ് രജിസ്ട്രേഷൻ എടുത്ത് ആപ്ലിക്കൻറ്റിൻ്റെ നെയിമും ജെൻഡറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുക. ഫോട്ടോഗ്രാഫി ഇവിടെ നിർബന്ധമില്ല. ദെൻ താഴെ നമ്മൾ അഡ്രസ്സ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഹൗസ് നമ്പർ, ഹൗസ് നെയിം, ലൊക്കാലിറ്റി എല്ലാം പ്രോപ്പറായിട്ട് കൊടുത്തതിന് ശേഷം പെർമനൻ്റ് അഡ്രസ്സ് സെയിം ആണെങ്കിൽ അവിടെ ഒരു ടിക്ക് ബോക്സ് ഉണ്ട്. അവിടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി വരും. റെഡ് സ്റ്റാർ ഇട്ടിരിക്കുന്നതൊക്കെ മാൻഡേറ്ററി ആണ്. ബ്ലൂ സ്റ്റാർ നമുക്ക് നിർബന്ധമില്ല. എന്നാലും താഴെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ ഫാദർ നെയിമും മദർ നെയിമും ഗാർഡിയനും ജസ്റ്റ് കൊടുത്തേക്കുക. ദെൻ നമ്മൾ മൊബൈൽ നമ്പർ കൂടി ടൈപ്പ് ചെയ്ത് കൊടുത്തേക്കുക. ബാക്കിയുള്ള ഫീൽഡൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ദെൻ ചെക്ക് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ചെക്ക് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുമ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഈ ഡിസ്ട്രിക്റ്റിൽ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കൻ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളത് അബോവ് ഡീറ്റെയിൽസ് ടു മൈ അക്കൗണ്ട് എന്നുള്ള ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ പ്രൊഫൈലിലോട്ട് ആക്കി എടുക്കാവുന്നതാണ്. അതിന് ഇല്ല നമ്മൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ആളുടെ ഡീറ്റെയിൽസ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. ഇനി നമ്മൾ സർട്ടിഫിക്കറ്റ് സർവീസിൽ പോയിട്ട് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്യുക. ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനന്തരാവകാശികളെല്ലാം വില്ലേജ് ഓഫീസിൽ പോയി 2 അയൽവാസികളുടെ ID പ്രൂഫുമായിട്ട് വില്ലേജ് ഓഫീസറുടെ മുമ്പാകെ സൈൻ ചെയ്ത് വില്ലേജ് ഓഫീസർ തരുന്ന ആ ഡോക്യുമെൻ്റ് നമ്മൾ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അനന്തരാവകാശികൾ താമസിക്കുന്നത് ഏത് വില്ലേജിലാണോ ആ വില്ലേജ് ഓഫീസറുടെ മുൻപാകെയാണ് സൈൻ ചെയ്ത് ഈ ഡോക്യുമെൻ്റ് തയ്യാറാക്കേണ്ടത്. ദെൻ നമ്മളിവിടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാണ്. ഈ ഡിസ്ട്രിക്റ്റ് രജിസ്ട്രേഷൻ നമ്പറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ ഓട്ടോമാറ്റിക്കലി ആപ്ലിക്കൻസ് വരും. അതിനകത്ത് നമ്മൾ ഏത് ആപ്ലിക്കൻറ്റിനാണോ അപ്ലൈ ചെയ്യുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ സർട്ടിഫിക്കറ്റ് പർപ്പസ്, സ്റ്റേറ്റ് പർപ്പസ് കൊടുക്കുക. ടു ബി പ്രൊഡ്യൂസ്ഡ് ബിഫോർ ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും. ഇനി നമുക്ക് മരണപ്പെട്ട ആളുടെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ആദ്യം തന്നെ മരണപ്പെട്ട ആളുടെ നെയിം കൊടുക്കുക, അഡ്രസ്സ് കൊടുക്കുക. ആധാറിലേത് പോലെ കറക്റ്റായിട്ട് വേണം അഡ്രസ്സ് കൊടുക്കാനായിട്ട്. പിന്നെ എംപ്ലോയിഡ് ആസ് എന്നുള്ളിടത്ത് ജോലി ചെയ്യുകയായിരുന്നോ, റിട്ടയർഡ് ആണോ മരണപ്പെട്ട സമയത്ത് എന്നുള്ളത് കൊടുക്കുക. പിന്നെ ഡേറ്റ് ഓഫ് ഡിമൈസ് ചോദിച്ചിട്ടുണ്ട്, അവിടെ മരണപ്പെട്ട തീയതി കൊടുക്കുക. ഡെത്ത് സർട്ടിഫിക്കറ്റ് നമ്പർ നമ്മുടെ ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെ മുകൾ ഭാഗത്തായിട്ടുണ്ടാവും, അതും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പ്ലേസ് ഓഫ് ഡെത്ത് എവിടെയാണ്, മരണപ്പെട്ട സ്ഥലം എന്നുള്ളത് കറക്റ്റായി കൊടുക്കുക.
താഴെ നെയിം ഓഫ് ദ പേഴ്സൺ അവിടെ നമ്മൾ കൊടുക്കേണ്ടത് അനന്തരാവകാശികൾ ആരൊക്കെയാണോ അവരുടെ ഓരോരുത്തരുടെയും ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ 3 മക്കളാണെന്നുണ്ടെങ്കിൽ ആ 3 മക്കളുടെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുക്കുക. റിലേഷൻഷിപ്പ് എന്താണെന്ന് കൊടുക്കുക, ഏജ് കൊടുക്കുക. ഒക്യുപ്പേഷൻ മാൻഡേറ്ററി അല്ല. ഇതെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. നമ്മുടെ ആപ്ലിക്കേഷൻ സേവ്ഡ് ആയി എന്ന് കാണിക്കും. ദെൻ അടുത്ത സെക്ഷൻ നമുക്ക് ഫയൽസ് അറ്റാച്ച് ചെയ്യാനായിട്ടാണ്. ഇവിടെയാണ് നമ്മൾ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നത് കാണിക്കുന്നില്ല. കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റിനായി അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് ഒക്കെ തന്നെയാണ് ഇവിടെയും ആവശ്യമായിട്ട് വരുന്നത്. ഇതിൽ നമ്മൾ 1 ടൈം രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ഡോക്യുമെൻറ്റ്സിൽ പോയി നമുക്ക് എല്ലാ ഡോക്യുമെൻറ്റ്സും അപ്ലോഡ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റിന് ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് എല്ലാ ഫാമിലി മെമ്പേഴ്സിൻ്റെയും ആധാർ കാർഡ്, വോട്ടർ ഐ ഡി ഉണ്ടെങ്കിൽ വോട്ടർ ഐ ഡി, റേഷൻ കാർഡ്, പിന്നെ മരണപ്പെട്ട ആളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ്, ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതും അപ്ലോഡ് ചെയ്ത് കയറ്റാവുന്നതാണ്. കൂടാതെ ഇതിനോടൊപ്പം ഒരു അഫിഡവിറ്റും സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ മെയിനായിട്ട് നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സാക്ഷ്യപത്രവും അപ്ലോഡ് ചെയ്ത് കയറ്റേണ്ടതാണ്. അടുത്തത് പേയ്മെൻറ്റ് സെക്ഷനാണ്. ഇവിടെ നമ്മൾ മേക്ക് പേയ്മെൻറ്റ് കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ സബ്മിറ്റ് ആയിട്ടുണ്ട്. ഇത് പ്രോസസ്സിംഗ് എന്നായിരിക്കും നമുക്ക് കാണിക്കുക. അപ്രൂവ് ആയി കിട്ടണമെങ്കിൽ വില്ലേജ് ഓഫീസർ ഇതിൽ അന്വേഷണം നടത്തി തഹസിൽദാറാണ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇതിന് മിനിമം 30 മുതൽ 40 ദിവസം വരെ എടുക്കുന്നതാണ്.